ബംഗളൂരുവിൽ കോളേജിലെ ഓണാഘോഷത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ മലയാളിയായ വിദ്യാർത്ഥിക്ക് കുത്തേറ്റു. മലപ്പുറം സ്വദേശി മുഹമ്മദ് സാബിത്തിനാണ് കുത്തേറ്റത്. ആചാര്യ നഴ്സിംഗ് കോളേജിലാണ് സംഘർഷമുണ്ടായത്. സംഭവത്തിൽ 4 വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തു. നവമി ദിനേശ് വിവരങ്ങൾ നൽകും. നവമി, ഓണാഘോഷങ്ങൾക്കിടെ ഇത്തരത്തിൽ സംഘർഷങ്ങളുടെ വാർത്ത വരുന്നത് അത് സങ്കടകരമാണ്. എന്താണ് സംഭവിച്ചത്? എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ബംഗളൂരുവിലെ ആചാര്യ നഴ്സിംഗ് കോളേജിലായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഇന്ന് കോളേജിലെ ഓണാഘോഷ പരിപാടികളായിരുന്നു. ഈ ഓണാഘോഷ പരിപാടിക്കിടയിലാണ് ഈ വിദ്യാർത്ഥികൾ പെട്ടെന്ന് തന്നെ ചേരി തിരിഞ്ഞ് ഇത്തരത്തിൽ ഒരു വലിയ ഒരു സംഘർഷം ഉണ്ടാകുകയും പിന്നീട് ഏറ്റുമുട്ടലുണ്ടായത്. അതിനിടെ പുറത്തു നിന്നെത്തിയ സംഘം കോളേജിൽ കയറി പ്രശ്നമുണ്ടാക്കി. പിന്നീട് രാത്രിയോടെ മലയാളി വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിലെത്തി വലിയൊരു അന്തരീക്ഷം സൃഷ്ടിച്ച സംഘം ആക്രമണം നടത്തുകയായിരുന്നു. അതിനിടയിലാണ് മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് സാബിത്ത് എന്ന 3ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിക്ക് കുത്തേറ്റത്. ഈ കോളേജിൽ മുൻപ് പഠിച്ചിരുന്ന ആദിത്യനാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയതെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. മാഹി സ്വദേശിയായ ആദിത്യൻ നേരത്തെ ഈ കോളേജിൽ BBAക്ക് പഠിച്ചിരുന്നെങ്കിലും ഇടയ്ക്ക് പഠനം നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് കോളേജിന് സമീപത്ത് തന്നെ ഒരു ടാറ്റു ഷോപ്പ് നടത്തുകയും ചെയ്തിരുന്നു. ബംഗളൂരു സ്വദേശികളുമായി ചേർന്നാണ് ആദിത്യൻ ആക്രമണം നടത്തിയതെന്നൊരു പരാതിയും ഉയർന്നുണ്ട്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ആദിത്യനെയും 2 മലയാളി വിദ്യാർത്ഥികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേസ് ഒത്തുതീർപ്പാക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട് എന്ന ആക്ഷേപവും വിദ്യാർത്ഥികൾക്കിടയിൽ ഉയരുന്നുണ്ട്. ആക്രമണത്തിൽ വയറിന് കുത്തേറ്റ സാബിത ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിദ്യാർത്ഥിയുടെ നില ഗുരുതരമല്ല എന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്നും ലഭിക്കുന്ന വിവരവും. ബംഗളൂരുവിൽ മലയാള വിദ്യാർത്ഥി കുത്തേറ്റ വാർത്തയാണ് വരുന്നത്. അവിടുന്ന് ചില പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ആദ്യം പ്രതികരണം കണ്ട ശേഷം നവമിയിലേക്ക് മടങ്ങിയെത്താം കൂടുതൽ വിവരങ്ങൾക്കായി. സംഭവം എന്ന് വെച്ചാൽ ഈ ആദ്യം വരുന്നിടത്തിന് ഇവന് ഇവിടെ പഠിക്കുന്ന പോലത്തല്ല, ഇവിടെ പഠിക്കുന്ന ചെക്കനൊന്നല്ല. ഇവിടെ ഇവനെയാണെങ്കിൽ ഇന്നലെ ഓണപ്പരിപാടിക്ക് ഇന്നലെ കോളേജിൻ്റെ അകത്ത് വെച്ചിട്ട് ഇവനിവിടെ ഫാക്കൽറ്റീസിന് അനുഭവത്തോട് കൂടിയിട്ട് ഇവൻ വടിയെല്ലാം എടുത്തിട്ട് നമ്മളെ അകത്ത് കുറേ അടിച്ചല്. അതിൻ്റെ അകത്തുനിന്നാണെങ്കിൽ ഒരു ചെക്കൻ്റെ അവന് ഇടിയോളിൽ ഉപയോഗിച്ച് അടിച്ചിട്ട് മുഖത്തുനിന്ന് ചോരെല്ലാം വന്നിന്. അപ്പോൾ ആ ടൈമാണെങ്കിൽ പിന്നെ അപ്പോൾ നമ്മൾ തിരിച്ചടിക്കാനോ പിടിക്കാനോ അതിനോടൊന്നും നിന്നിട്ടൊന്നുമില്ല. പിന്നെ വെച്ചാൽ രാത്രി അതേ ദിവസം രാത്രി ഇവരൊരു കാറിലും ഒരു 4-5 ബൈക്കിലും ഒരു ടീം ബാക്കിൽ എന്നെ ഫോളോ ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയതായിരുന്നു. എന്നിട്ട് നേരെ ബാക്കിലെ ഫോളോ ചെയ്ത് നമ്മളെ ചേസ് ചെയ്തിട്ട് നമ്മളെ ബൈക്കിന് മുമ്പിൽ നിർത്തി. നമ്മളിത് കാരണം വെച്ചാൽ ഇതിങ്ങനെ ബൈക്കും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ മേടിച്ചിട്ട് നേരെ റൂമിൽ പോയിട്ടാണെങ്കിൽ ഇവനാണെങ്കിൽ നമ്മളെ ബൈക്കും കണ്ട് കറക്റ്റ് റൂം ചെയ്താൽ മനസ്സിലായി. ഇവൻ എന്താക്കി, ഇവന് ആൽബിന്, പിന്നെന്താ സുഹൈല്, പിന്നെ സിജോ, കെവിന്, ഇങ്ങനെ കുറെ ടീമുണ്ട്. ഇവരൊന്നും ഇവിടെ പഠിക്കുന്നൊന്നല്ല. ഇതിൽ 2-3 ചെക്കന്മാർ മാത്രമേ ഇവിടെ പഠിക്കുന്നില്ലോ. ബാക്കിയൊന്നും ഇവിടെ വെറുതെ വർക്ക് ചെയ്യുന്ന ടീമാണ്. ഇവരാണെങ്കിൽ ഡോറ് തുറന്നു കൊടുത്തിട്ടില്ല, നമ്മൾ പേടിച്ചിട്ട് തുറന്നു കൊടുത്തിട്ടില്ല. എന്നിട്ട് നമ്മൾ എന്താക്കി ഡോറ് ചവിട്ടി പൊളിച്ച് അകത്ത് കയറിയിട്ട് നമ്മളാണെങ്കിൽ ഈ 3 പേര് ഈ പ്രശ്നത്തിൽ പോലും ഇല്ല. ഈ കോളേജിൻ്റെ അകത്ത് പോലെ നമ്മൾ ഈ പ്രശ്നമായിട്ട് ബന്ധമൊന്നുമില്ല. നമുക്ക് അറിയുന്ന ഒരു ചങ്ങായിൻ്റെ അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് ഇവരാണെങ്കിൽ കയറിയിട്ട് അകത്ത് കയറിയിട്ട് ചവിട്ടിയിട്ട് ഇടിവളി ഉപയോഗിച്ച് പിന്നെന്താ കത്തി ഉപയോഗിച്ചിട്ട് പിന്നെന്താ അബ്ഡോമിനെല്ലാ ഭാഗത്ത് കുത്തുകയും ചെയ്തു. ആദ്യം ഇവനെ അടിച്ചേ. ഇവൻ ആദ്യം തന്നെ ഇതിനുള്ളിൽ ആദ്യം കയറി ഇടിവളെടുത്ത് ഒരു മൂക്കിന് 4-5 കുത്ത് തന്നെയും കുത്തി. പിന്നെ ബാക്കിയുള്ള ചെക്കന്മാര് ഒരുത്തനെന്താക്കി വാതേ കിട്ടീനോന്. അപ്പോൾ ഓനൊക്കെ അതിന് കത്തീനും കൊണ്ട് പിടിച്ച് കുത്തിക്കയറ്റി, വള്ളക്ക് പിടിച്ച് കുത്തിക്കയറ്റി വെച്ച് ആദ്യം കഴുത്തിൽ വെച്ചിട്ട് ഇന്നെ കൊല്ലട്ടെ എന്നെല്ലാം പറഞ്ഞ് കുറെ ഭീഷണിപ്പെടുത്തി. പിന്നെ ലാസ്റ്റ് എന്താക്കി പിന്നെ ഇത് അരക്ക് വെച്ചിട്ട് കുത്തി ശരിക്കും അങ്ങ് ഉള്ളി ഡീപ്പായിട്ട് കാണുന്ന ഹോസ്പിറ്റലിൽ കുത്തിയതിനു ശേഷം ഇവര് കുറെ ആൾക്ക് എന്നിട്ടും കേറിയിട്ട് ഈ ചോര വന്നോണ്ടിരിക്കുന്ന ഈ ചെക്കന്റെ കണ്ണിന്ന് പറയുന്നുണ്ട്, കണ്ണിന്ന് ഇങ്ങനെ ചോര ഇരുന്ന് കേട്ടാ വിട്. എന്നിട്ട് ഇവൻ അതിന്റെ മുകളിൽ കൂടി കുത്തി പറയുന്നത് എനിക്ക് ആരാ മനസ്സിലായിട്ടില്ല, നീ ആരോടാ കളിക്കുന്ന എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ നമ്മൾ എന്തെന്നാ ഈ കണി എന്ത് നമ്മളെ കുറിച്ച് വിചാരിച്ചിന് നീ അകത്തുനിന്ന് കണ്ട പോലെ ഒന്നല്ല ഈ കാര്യങ്ങളൊന്നും എന്തൊക്കെയോ പറഞ്ഞ് അടിച്ചെന്നല്ലോ. നവമി, പ്രതികരണം കേട്ടാൽ മനസ്സിലാവുന്നത് ഇതൊരു വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഒരു സംഘർഷമല്ല, അതിനും അപ്പുറത്തേക്ക് അവിടെ പഠിച്ച മറ്റാരോ അല്ലെങ്കിൽ മുതിർന്ന ആളുകളാണ് അതിന് പിന്നിൽ. ഇതും ഈ അക്രമം നടത്തിയവരും മലയാളികളാണോ? ഇതിലിപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്
താമസിക്കുന്നത് ആദിത്യൻ എന്നൊരു വിദ്യാർത്ഥിയുണ്ട്. അത് മലയാളിയാണ്, മാഹി സ്വദേശിയാണ്. പക്ഷേ ഈ വിദ്യാർത്ഥി അവിടെ പഠിച്ചിരുന്നുവെങ്കിൽ പോലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരുന്നില്ല. പിന്നീട് പഠിക്കാൻ കോളേജിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് ആദിത്യനെ കോളേജിൽ നിന്ന് പറഞ്ഞു വിട്ടിരുന്നു. പിന്നീട് ബംഗളൂരിൽ തന്നെ ഈ കോളേജിനടുത്തായി തന്നെ ഒരു ടാറ്റു സ്റ്റുഡിയോ നടത്തുന്ന വ്യക്തിയാണ് ആദിത്യൻ എന്നാണ് അറിയാൻ കഴിയുന്നത്. ബംഗളൂരിലുള്ള ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഗുണ്ടാ സംഘങ്ങളെയും ചേർത്താണ് ഇവിടെ ഒരു വലിയ ആക്രമണം ഈ ഹോസ്റ്റലിൽ ആദിത്യൻ അഴിച്ചുവിട്ടത് എന്നതാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ, ദൃക്സാക്ഷികളായിട്ടുള്ള വിദ്യാർത്ഥികളെല്ലാം പറയുന്നത്. ആദ്യം ആദിത്യനും സംഘവും വന്ന് വലിയൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. അതിനുശേഷമാണ് ഈ വിദ്യാർത്ഥികളെ ആക്രമിക്കുകയും സുഹൈലിന് കുത്തേൽക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരിക്കുന്നത്. എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രകോപനത്തിന് കാരണം എന്നാണ് ഇനി കണ്ടെത്തേണ്ടതുണ്ട്. മുൻപ് ഇവർ തമ്മിൽ എന്തെങ്കിലും മുൻ വൈരാഗ്യമുണ്ടോ എന്ന സംശയം തന്നെയാണ് പോലീസും പറയുന്നത്. അല്ലാതെ പെട്ടെന്ന് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകണമെങ്കിൽ അതിന് മുൻപായി എന്തോ സംഭവം നടന്നിട്ടുണ്ട് എന്നുകൂടി പോലീസ് പറയുന്നുണ്ട്. ആദിത്യനും ഈ കുത്തേറ്റ വിദ്യാർത്ഥിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവരുടെ മറ്റ് സഹപാഠികളും തമ്മിൽ പ്രശ്നം നടന്നിട്ടുണ്ടോ എന്നതൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആ വിധത്തിലുള്ളൊരു പോലീസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുത്തേറ്റ വിദ്യാർത്ഥിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട്, ഗുരുതരമായിട്ടുള്ള പരിക്കില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന മറ്റു ചില വിദ്യാർത്ഥികൾക്കും ആക്രമണം നേരിടേണ്ടി വന്നു. അവരുമെല്ലാം ആശുപത്രിയിലാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ആദിത്യനെയും മറ്റ് 3 പേരെയുമാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇങ്ങനെ ഒരു ആക്രമണം അഴിച്ചുവിടാൻ കാരണം എന്നതാണ് പോലീസ് ഇനി കണ്ടെത്തുന്നത്. റൈറ്റ്, നവമി സൂചിപ്പിച്ചതുപോലെ അത് കേവലം ഒരു ഓണാഘോഷത്തിൻ്റെ തർക്കമോ ആണെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ കാണുന്ന ദൃശ്യം തന്നെ നോക്കൂ, മുഖത്തു നിന്നും കണ്ണിൽ നിന്നുമൊക്കെ ചോര ഒലിക്കുന്നുണ്ട്. അത്രമാത്രം ഗുരുതരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം. അത് ബംഗളൂരുവിലാണ്, ആചാര്യ നഴ്സിംഗ് ഹോസ്പിറ്റലിൽ, നഴ്സിംഗ് സ്കൂളിൽ അവിടെ ഇത്തരത്തിൽ ഒരു കത്തിക്കുത്തിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങുന്ന തരത്തിൽ സംഘർഷമുണ്ടായി. ആദിത്യൻ എന്ന മാഹി സ്വദേശിയാണ് പ്രധാനി എന്ന് മറ്റുള്ളവർ പറയുന്നു. ഇനി അതിന് പിന്നിൽ എന്താണ് കാരണം എന്നുള്ളത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പോലീസും അത്തരത്തിൽ അന്വേഷിക്കുന്നതാണ് മനസ്സിലാവുന്നത്. കേവലം ഒരു ഓണാഘോഷത്തിനിടയിലുണ്ടായ ഒരു വാക്ക് തർക്കമെന്നോ സംഘർഷമെന്നോ ഇതിനെ പറഞ്ഞൊതുക്കാൻ കഴിയുമോ എന്ന് സംശയകരമാണ്. അതിനപ്പുറത്തേക്ക് പക കൊണ്ടുള്ള അല്ലെങ്കിൽ എന്തോ വൈരാഗ്യ ബുദ്ധിയിലുള്ള ചെയ്തിയായി തന്നെ ഇതിനെ കണക്കാക്കേണ്ടി വരുമെന്ന് തോന്നുന്നതാണ്. കൂടുതൽ കണ്ടെത്തട്ടെ, കൂടുതൽ വിവരങ്ങൾ പോലീസ് തേടട്ടെ. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.